ഇത് ടാറ്റ നെക്സോൺ 2018 മോഡൽ വണ്ടിയുടെ ECM ആണ്. അപ്പോൾ ഇത് ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ 2 ഇഞ്ചക്ടർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ എടുക്കാൻ വേണ്ടിയിട്ട് KT200 ഉപയോഗിച്ച് KT200 അല്ല DC706 ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഡേറ്റ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടാറ്റയുടെ ECMനകത്ത് എല്ലാ വണ്ടിക്കകത്തും ഈ E1 എന്ന് പറയുന്നത് ടാറ്റയുടെ എല്ലാത്തിലും ഒരേപോലെയൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. കണ്ടാൽ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും. 2 കപ്ലർ വരുന്ന ഇതേ ECM സെയിമാണ്, ഉള്ളിൽ വ്യത്യാസമാണ്, എന്നാലും സെയിമാണ് ടാറ്റയുടെ നാനോയ്ക്കൊക്കെ വരുന്നത്. കണ്ടാലൊരു വണ്ടി. അപ്പോൾ DC706 വെച്ച് നമുക്ക് ഇതിൻ്റെ പാർട്ട് നമ്പർ തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെറ്റ് കണക്ട് ചെയ്യണം. ഇതിൽ കോറി ബോഷ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഇവിടെ വരുന്ന ഈ പാർട്ട് നമ്പർ, ഈ വരുന്ന പാർട്ട് നമ്പർ 0261S18 379 എന്ന് പറയുന്നത് 0261S18 379 ഈ നമ്പർ അടിച്ച് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഇൻപുട്ട് വാല്യൂ കറക്റ്റാണോ നോക്കുക. ഓക്കെ. അപ്പോൾ ഇത് ബോഷിൻ്റെ അകത്തുള്ള ഏത് ഇതിൻ്റെ പാർട്ട് നമ്പർ ഏതാണെന്ന് അറിയാൻ പറ്റും. ME17.9.71 എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഈ ECMൻ്റെ പാർട്ട് നമ്പർ. ECMൻ്റെ പാർട്ട് നമ്പറാണിത്. ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ടാറ്റ ബോഷ് ME17.9.71 TC1724N. അപ്പോൾ ഇത് പാസ്വേഡ് പ്രൊട്ടക്ഷൻ ഉള്ള ചിപ്പാണ് ഈ N സീരീസ് വരുന്നത്. പാസ്വേഡ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് ഇല്ലാത്തതും വരുന്നുണ്ട്. 2018 വരുന്നതിൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. എന്തായാലും നോക്കാം. ഇത് മുന്നേ ഓപ്പണാക്കി വെച്ചിരുന്നതാണ്. ഇതിനകത്ത് പറയുന്ന പാർട്ട് നമ്പറാണ് TC1724N. അപ്പോൾ ഇതാണ്. പിന്നെ ഇതെങ്ങനെ റീഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ പിന്നോട്ട് എടുക്കാനായിട്ട് ഇപ്പോൾ പാർട്ട് നമ്പർ കിട്ടിയല്ലോ. അപ്പോൾ പിന്നോട്ട് എടുക്കാനായിട്ട് ഇതാണ് ഇതിൻ്റെ പിന്നോട്ട്. ഈ P003+ എന്ന് പറയുന്ന OBD സ്റ്റാൻഡ് അഡാപ്റ്ററാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതാണ് അതിൻ്റെ കൂടെ വരുന്ന കേബിള്, കണക്റ്റിംഗ് കേബിൾ ഇതാണ്. അപ്പോൾ ഇതനുസരിച്ച് കണക്ഷൻ കൊടുക്കുക. ഓൾറെഡി അതിനകത്ത് കപ്ലറിനകത്ത് പിന്ന് കൊടുത്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് ഓരോന്നും ഏതൊക്കെ ഇതിലാണ് കൊടുക്കാനുള്ളതെന്ന് വെച്ച് പിന്നോട്ട് നോക്കിയിട്ട് സെയിം അതേപോലെ തന്നെ കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ECMൽ കണക്ഷൻ കൊടുത്തു, ഇതിൻ്റെ അഡാപ്റ്റർ കണക്ട് ചെയ്തു, കേബിൾ വഴി ഈ സ്കാനറിനകത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് എപ്പോഴും 13 വോൾട്ട് മിനിമം 3-4 ആംപിയർ 3 ആംപിയറെങ്കിലും വേണം. എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് വർക്ക് ചെയ്യത്തുള്ളൂ. 12 വോൾട്ട് 1 ആംപിയറിനകത്ത് ഇത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ പവർ ഓൺ ചെയ്യുക, അതേപോലെ കണക്ഷൻ കൊടുക്കുക. നെറ്റും സ്റ്റേബിളായിരിക്കണം. നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് റീഡ് ആവത്തുള്ളൂ. അതെല്ലാം കൊടുത്തതിന് ശേഷം
അപ്പോൾ എല്ലാം കൊടുത്തു, എല്ലാം കണക്ട് ചെയ്തു, മറ്റ് ഇതെല്ലാം ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എല്ലാം ഓക്കെയാണ്, എല്ലാം ആയിട്ടുണ്ട്. ഇനി ഈ സിം റീഡ് ചെയ്യാം. ഓക്കെ, ചിപ്പ് ഐ ഡി മറ്റു കാര്യങ്ങളും ചിപ്പിൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. TC1724 മറ്റു കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇതിന് ഇത് പാസ്വേഡ് പ്രൊട്ടക്ഷൻ വരുന്ന ചിപ്പാണെങ്കിലും ഈ 2018 മോഡലിൽ പാസ്വേഡ് പ്രൊട്ടക്ഷൻ വരുന്നില്ല. സെയിം ചിപ്പ് തന്നെയാണ് നമ്മുടെ സ്വിഫ്റ്റ് വരുന്നത്, പുതിയ MQ ഈ സിമ്മിൽ വരുന്നത്. അതിനകത്ത് പക്ഷേ പാസ്വേഡ് പ്രൊട്ടക്ഷൻ വരുന്ന ടൈപ്പാണ്. EEPROM റീഡ് ചെയ്യാം. EEPROM റീഡ് ചെയ്തു. അതിൻ്റെ പാർട്ട് നമ്പർ ഉൾപ്പെടെ ചിപ്പിൻ്റെ ID EEPROMൻ്റെ എല്ലാം ഇതായിട്ട് വന്നിരിക്കുകയാണ്. ഇത് നമുക്ക് പക്ഷേ തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊരു പേരും കൂടെ കൊടുക്കുക. ഇതേപോലെ ഫ്ലാഷ് റീഡ് ചെയ്യുക.
ഫ്ലാഷ് ഫയലിൽ റീഡ് ആയിരിക്കുകയാണ്. ഇനി അതിനെയും സേവ് ചെയ്യണം. അപ്പോൾ ഈ സിം ഫുള്ള് ഡേറ്റ എല്ലാം റീഡ് ആയിരിക്കണം. ഇത് നമുക്കിനി വേണമെങ്കിൽ മറ്റൊരു ഈ സിമ്മിലോട്ട് ക്ലോൺ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കപ്പ് ആയിട്ടോ വെച്ചിരിക്കാം. ഓക്കെ, താങ്ക് യു.